ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുക്ക് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് LGS മാത്സിൻ്റെ PYQ സീരീസ് ആണ്. 4ാമത്തെ ക്ലാസ് ആണ് വരുന്നത്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് ക്ലാസ്സുകൾ ഇടാൻ പറ്റുന്നില്ല. സിസ്റ്റത്തിന് ചെറിയ എന്തൊരു കംപ്ലൈൻറ്റ് വന്നു. പലതവണയായിട്ട് ക്ലാസ് എടുത്തിട്ടും ക്ലാസ് റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഡിലേ വന്നത്. ഇന്നത് ഞാൻ ക്ലാസ് എടുക്കുവാണ്. ഓക്കെ ആകുവാണെങ്കിൽ ഞാനിത് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ അത് വീണ്ടും റെഡിയാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ LGS മാത്സിൻ്റെ നമ്മൾ PYQ സീരീസിൽ നമ്മൾ ഓൾറെഡി 3 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ്, നമുക്ക് അതേപോലെ തന്നെ ഡെയിലി ബൂസ്റ്ററായിട്ട് നമുക്ക് ഇംഗ്ലീഷ്, അതേപോലെ മലയാളം, അതേപോലെ മാത്സ്, ഈ 3 സബ്ജക്റ്റുകളുടെ ആയിട്ട് നമുക്ക് ഡെയിലി ബൂസ്റ്റർ ഏകദേശം ഒരു 71 ദിവസത്തോളം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. 71 ദിവസം എന്ന് പറയുന്നത് 71 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളപ്പോൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് 20 വീതമുള്ളതുണ്ട്. +2 ലെവല്, 10th ലെവല്, അതേപോലെ ഡിഗ്രി ലെവലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് തുടങ്ങുവാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അത് ഡെയിലി ബൂസ്റ്ററിൻ്റെ ഡേ 1 മുതൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഒരു 20 വരെയൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ ആ ഒരു പ്രോഗ്രസ് മനസ്സിലാകും. അതൊരു 50ലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് ഒരു ബേസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. 32² = 1024 ആയാൽ 0.001024ന്റെ വർഗ്ഗമൂലം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്ക്വയർ റൂട്ട് എത്രയെന്ന്, ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ അറിയേണ്ട, ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു ഫാക്ട് ഞാൻ പറഞ്ഞു തരാം. 2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലോ. അതായത് √4 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഇനി ഇതേപോലെ തന്നെ 0.2ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ പോയിന്റ്, ഇതെന്താ മീനിങ് ശരിക്കും? 0.2 × 0.2, അതായത് 0.04 എന്നുള്ളതാണ് അല്ലെ. ഇവിടെ പോയിന്റ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ ഡിജിറ്റിന് പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി ആയിരിക്കും നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, 0.04 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 0.2. റൂട്ടിന്റെ വെളിയിലേക്ക് എടുക്കുമ്പോൾ എന്താണ്, എത്രയുണ്ടോ അതിന്റെ നേർപകുതിയായിരിക്കും. ഇനി നമുക്ക് നോക്കാം, 0.02 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്? ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. സോ ആൻസറിലേക്ക് വരുമ്പോൾ അത് എത്രയായിട്ട് മാറണം? 4 ഡിജിറ്റ് ആയിട്ട് മാറണം. ഇവിടെ നോക്കിക്കേ, 0.0004 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുണ്ട്? പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ട്. സോ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയിട്ട് മാറണം. ഈ ഒരു റൂളാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 32 സ്ക്വയർ എന്ന് പറയുന്നത് 1024 ആണ്. അതായത് √1024 എന്ന് പറയുന്നത് 32 ആണ്. അങ്ങനെയാണെങ്കിൽ √0.001024 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? പോയിന്റ് കഴിഞ്ഞ് എത്രയുണ്ട്? 6 ഡിജിറ്റ് ഉണ്ട്. 6 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് വേണം. സോ 0.032 എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ നിങ്ങൾ 0.320 എന്ന് എഴുതി വെക്കരുത്. എപ്പോഴും 3 ഡിജിറ്റ് അല്ലേ, പക്ഷെ ലാസ്റ്റത്തേന് എന്തില്ല? വാല്യൂ ഇല്ല അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പോയിന്റ് എങ്ങനെ മാറ്റിയിടുമ്പോൾ ഫ്രണ്ടിലാണ് 0 ചേർക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 28 എന്ന ഭാജ്യസംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അതായത് ഒരു നമ്പറിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. 28 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 × 28 28 ആണ്. അതേപോലെ 1 കഴിഞ്ഞാൽ 2 വന്നാൽ 2 × 14 ഉണ്ട്. 3 പറ്റുമോ? ഇല്ല. 4 പറ്റുമോ? 4 × 7 28 ആണ്. 5 പറ്റില്ല, 6 പറ്റില്ല, 7 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 8 ഇല്ല, 9 ഇല്ല, 10, 11, 12 ഇല്ല, പിന്നെ വരുന്നത് 14 ആണ്. ഓക്കെ, നോക്കിക്കേ, 1, 2, 3, 4, 5, 6 ഘടകങ്ങളാണ് ഉള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന ഒന്നും, ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറും ഒന്നും അതിന്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. അത് എപ്പോഴും ഓർമ്മ വേണം. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ ഈ 28നെ നമുക്ക് അല്ലാതെ എഴുതാവുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. അതായത് P⁴A × Q⁵B എന്നൊരു ഫോർമാറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്, ഘടകങ്ങളുടെ എണ്ണം എന്തായിരിക്കും എന്ന് പറയുന്നത് A+1 × B+1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പറയുന്ന 28 എന്ന് പറയുന്ന നമ്പറിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 14 വരും. എഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്താൽ 7 വരും. 7 എന്ന് പറയുന്നത് എന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. സോ ഇവിടെ ആൻസർ ഇങ്ങനെ വെച്ച് നിൽക്കും. അതായത് 28 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 × 2 × 7 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 2ന്റെ സ്ക്വയർ × 7⁻⁴ എന്ന് വരും. ഇവിടെ ആൻസർ എങ്ങനെ വരും?
അല്ലെ ഇതാണ് നമ്മുടെ അപ്പൊ നോക്കി കണ്ട പി റേസ് ടു എ ഇൻറ്റു ക്യൂ റേസ് ടു ബി എന്നൊരു ഫോർമാറ്റിലായി. അങ്ങനെയാണ് എങ്കിൽ ഘടകങ്ങളുടെ എണ്ണം എന്താണ് ചെയ്യേണ്ടത്? ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? എ പ്ലസ് വൺ ഇൻറ്റു ബി പ്ലസ് വൺ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ബി എന്ന് പറയുന്നത് 1 ആണ്. സോ ഇവിടെ എന്ത് വരും? 2 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് വരും. 2 പ്ലസ് 1 3, 3 ഇൻറ്റു 2 എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് എക്സെട്ര പ്ലസ് 180യുടെ വാല്യൂ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് 3 പ്ലസ് 6 പ്ലസ് 9 പ്ലസ് 90 വരെയായിരുന്നു ചെയ്തത് അല്ലേ? ഇവിടെ എത്ര? 150 വരെ. അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ആദ്യം നമ്മൾ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള 3നെ വെളിയിലേക്ക് എടുത്താൽ ബാക്കി ഇവിടെ എന്ത് വരും? 3ൽ നിന്ന് 3 പോയാൽ 1 ആണ്. ഇവിടെ 2 വരും, ഇവിടെ 3 വരും, പ്ലസ് എക്സെട്ര പ്ലസ് എവിടം വരെ വരും? 6 3 18 60 വരെ വരും. ഇനി ഇവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത് തുടർച്ചയായ n എണ്ണൽ സംഖ്യകളാണ്. n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. അപ്പോൾ എന്താണ് വരേണ്ടത്? 3 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു 61 ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഓക്കെ, ഇവിടെ ഇതുകൂടി കട്ടായി പോകും. ഇവിടെ എത്ര തവണ? 30 തവണ. ആൻസർ എങ്ങനെ വരും? 30 ഇൻറ്റു 3 90, 90 ഇൻറ്റു 61 എന്ന് പറയുന്നത് 9, 9 6 54, 5 4 9 0 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 54 50. ഇനി ഇതിങ്ങനെയല്ല, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? സമാന്തര ശ്രേണിയാണ് അല്ലെ? 3 6 9 എന്ന് പറയുന്ന ഒരു സമാന്തര ശ്രേണിയാണ്. തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? Sn ഈക്വൽ ടു n ബൈ 2 ഇൻറ്റു എ പ്ലസ് എ എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആദ്യ പദം പ്ലസ് അവസാന പദം. ഇവിടെ n കണ്ടുപിടിക്കാനും നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1 എന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 3 6 9 എന്ന് പറയുമ്പോൾ 60ാമത്തെ ടൈം ആയിരിക്കും. 6 3 18 3ന്റെ ടേബിൾ ആണ്. ഇവിടെ നോക്കിക്കേ, 180 മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? 3. പൊതുവ്യത്യാസം 3 ആണ് അല്ലെ? പ്ലസ് 1 എന്ന് വരും. അതായത് 177 ഡിവൈഡ് ബൈ 3 പ്ലസ് 1 ഇവിടെ എത്ര വരും? 59 പ്ലസ് 1 60 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 60 ബൈ 2 ഇൻറ്റു ഇവിടെ എത്രയാണ്? എ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 150 എന്ന് വരും. അതായത് 30 ഇൻറ്റു 183 എന്ന് വരും. 3 3 9 3 24 ശിഷ്ടം 2 വരും. 3 3 2 5 54 90 കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യും. എന്ത് ചെയ്യരുത്? തെറ്റിപ്പോരുത്. ചെയ്യാൻ ഏറ്റവും എളുപ്പം ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു 1 പ്ലസ് 8 ബൈ 10 പ്ലസ് 3 ബൈ 1000 എത്രയാണ്? ഇത് ശരിക്കും നമ്മുടെ 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലാണ് ഈ ഒരു ടോപ്പിക് ഇങ്ങനെ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. നോക്കിക്കേ, 3 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 ഇൻറ്റു 10 30 ആണ്. 5 ഇൻറ്റു 1 5 ആണ്. പ്ലസ് ഇവിടെ ഓർക്കേണ്ടത് 8 ബൈ 10 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണിത്? 0.8 ആണെന്ന് ഓർക്കുക. 3 ബൈ 1000 എന്ന് പറഞ്ഞാൽ 0.003 ആണ്. അതായത് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര ഡിജിറ്റ് വേണം? 3 ഡിജിറ്റ് വേണം. ഇതാണ് ചെയ്യേണ്ടത്. 30 5 35 ആണ്. ഇവിടെ എങ്ങനെ വരും? 35 പ്ലസ് ഇവിടെ എന്താണ്? 0.8 0.003 എന്ന് വരും. ഇവിടെ 3 വരും, ഇവിടെ 0 വരും, ഇവിടെ 8 വരും, ഇവിടെ 35 എന്ന് വരും. 35.803. ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എക്സിന്റെ 15%, എക്സിന്റെ 15% വൈയുടെ 40% തുല്യമായാൽ x/y എത്ര? നമുക്ക് നോക്കാം. എക്സിന്റെ 15% എന്താണ് പറഞ്ഞിരിക്കുന്നത്? വൈയുടെ 40% തുല്യമായാൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x ബൈ y. ഇവിടെ എന്താണ്? ഇവിടെ താഴെ ഒരേപോലെ വന്നിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് x ഇൻറ്റു 15 ഈക്വൽ ടു എന്ത് വരും? y ഇൻറ്റു 40 എന്ന് വരും. നമുക്ക് x/y അല്ലേ വേണ്ടത്? സോ എക്സിന് ഇവിടെ നിർത്താം. വൈനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഓൾറെഡി 40 ഉണ്ട്. ഡിവൈഡ് ബൈ 15 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുകൊണ്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും? ഇതിനെ 15 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് കട്ട് ചെയ്ത് 5 40 i 3 15 3 വരും. സോ ആൻസർ വരേണ്ടത് 8/3. അപ്പൊ x ബൈ y എന്ന് പറയുന്നതും x/y എന്ന് പറഞ്ഞാലും സെയിം ആണെന്ന് ഓർക്കുക. അപ്പൊ ആൻസർ എത്ര വരും? 8/3 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്.
ഒരു തീവണ്ടിയുടെ ശരാശരി വേഗത 90 km/മണിക്കൂർ എങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ദൂരവും വേഗതയും അല്ലെ, നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് അല്ലെ, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കില്. അപ്പൊ സമയവും ദൂരവും എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം 90 km/മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റില് ആ വണ്ടി സഞ്ചരിക്കുന്നത് എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? 90 കിലോമീറ്റർ ആണ് ആ വണ്ടി എന്ത് ചെയ്യുന്നത്, ആ ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നോക്കിക്കേ, 60 മിനിറ്റ് 90 കിലോമീറ്റർ ആണെങ്കിൽ 15 മിനിറ്റിൽ എത്ര ചോദിക്കുമെന്ന് ചോദിച്ചാൽ, എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 90 × 15. രണ്ടെണ്ണമുള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണമുള്ളതിനെ താഴെ എഴുതുക. കട്ടായി പോകും. ഇവിടെ 9ഉം 6ഉം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 3 3 9, 3 2 6 എന്ന് വരും. 3/2 × 15 എന്ന് വരും. 15 × 3 45 ആണ്. 45/2 എന്ന് പറഞ്ഞാൽ 22.5 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോജിക്ക് ചിന്തിച്ച് നോക്കാം. 90 കിലോമീറ്റർ അല്ലെ, 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അരമണിക്കൂറിൽ എത്രയായിരിക്കും? 45 ആയിരിക്കും. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/4 മണിക്കൂറാണ്. അപ്പൊ എത്രയായിരിക്കും? 22.5 കിലോമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം. 1250 രൂപ 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണമെന്നാ ചോദിച്ചിരിക്കുന്നത്. സാധാരണ പലിശയാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെ. I = നമുക്കറിയാം PNR/100 ആണ് ഇക്വേഷൻ. ഇവിടെ ഇൻട്രസ്റ്റ് എത്രയാണ്? പലിശ എത്രയാണ്? ഓക്കെ, പലിശ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്തു? 1250 രൂപ ഇട്ടപ്പോൾ 1750 രൂപ തിരിച്ചു കിട്ടി. എത്രയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്? 1250. അത് കുറച്ചാൽ മതിയല്ലോ. അതായത് 500 രൂപയാണ് എൻ്റെ പലിശ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പലിശ അവർ തന്നിട്ടുണ്ട് 500 ആണെന്ന്. ഇനി പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നിക്ഷേപിച്ച തുക 1250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷം അറിയില്ല. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% അല്ലെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. ഇതാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യുക? ഡയറക്റ്റ് എല്ലാത്തിനെയും നമുക്ക് എന്നിനെ മാത്രം ഇവിടെ നിർത്തിയാൽ മതി, ബാക്കി എല്ലാത്തിനെയും നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ നമുക്ക് 1250 എന്ന് പറയുമ്പോൾ ഈ ഇതുകൂടി കട്ടായി പോകും. ഇവിടെ എത്ര തവണ? 5ൽ 2 തവണ. ഇവിടെ എത്രയാണ്? 125ൽ 25 തവണ. സോ ഇവിടെ എന്ത് വരും? 500. ഇവിടുത്തെ ഡിവിഷനായ 2 ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനായ 2 ആകും. ഇവിടെ മുകളിൽ കിടക്കുന്നതിന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരിക. = n എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി 25 ഇവിടെ എത്ര തവണയാണ്? 2 തവണ. 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്? 20 × 2 ÷ 5 ആണ് n എന്ന് പറയുന്നത്. 5ഉം 20ഉം എത്ര തവണ? 4 തവണ. 4 × 2 എന്ന് പറയുന്നത് 8. സോ ഈ 500 രൂപ പലിശ കിട്ടണമെങ്കിൽ എത്ര വർഷം വേണം? 8 വർഷമാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 780, 720 രൂപയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയായാൽ 6ആം ദിവസത്തെ കൂലി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അറിയാവുന്നത് ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ തുകയെ എല്ലാം കൂടി കൂട്ടുക, തുക / എണ്ണമാണ് നമ്മുടെ ശരാശരി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശരാശരി അവർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 775 ആണെന്ന് അവർ പറഞ്ഞു. ഓക്കെ, തുക എന്ന് പറയുന്നത് എത്രയാണ്? തുക എന്ന് പറയുമ്പോൾ ഇവിടെ 800 ഉണ്ട്, അതേപോലെ 760 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 780 ഉണ്ട്, 750 ഉണ്ട്, 720 ഉണ്ട്. ഒരെണ്ണം കൂടി വേണമല്ലോ, x. ഇതിനെ 6 കൊണ്ട് ഹരിച്ചപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ 775 കിട്ടിയത്. അപ്പൊ നമുക്ക് തുക കണ്ടുപിടിക്കാമല്ലോ. അതായത് നിങ്ങൾ ഇതെല്ലാം കൂടി എഴുതി അങ്ങ് കൂട്ടി നോക്കിക്കേ. 800, 760, 780, 750, 720, 5 ആയില്ലേ? എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3810 ആണ്. അതിനോട് ഏതോ ഒരു നമ്പറും കൂടി കൂട്ടിയിട്ട് 6 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 775 കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കിട്ടി 3810 + x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 775 × 6 ചെയ്ത് നോക്കാം. നമുക്ക് എത്ര കിട്ടും? നമുക്ക് 4650 കിട്ടും. ഓക്കെ, അതായത് ടോട്ടൽ എന്ന് പറയുന്നത് 4650 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 4650 നിന്ന് ഈ 5 എണ്ണത്തിന്റെ ടോട്ടൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് x എന്ന് പറയുന്ന വാല്യൂ കിട്ടും. x എന്ന് പറഞ്ഞാൽ കുറക്കുമ്പോൾ കിട്ടുന്നത് 840 ആണ്. സോ 840 രൂപയാണ് അയാളുടെ 6ആമത്തെ ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? സംഖ്യയുടെ 40% എത്രയാണ്? 160 ആയാൽ 30% എത്ര? എന്ത് ചെയ്യുക? ഡയറക്റ്റ് ക്രോസ് ചെയ്യുക. രണ്ടെണ്ണം ഉള്ളതിനെ ഇവിടെ എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങൾ ഓർക്കുക. ഉണ്ട് ഇവിടെ 40% 160, 50% പറയുമ്പോൾ അതിൽ കൂടും. അതായത് ഇവിടെ കൂടുന്നതനുസരിച്ച് ഇവിടെയും കൂടുവാണ്, ഇവിടെ കുറയുന്നതനുസരിച്ച് ഇവിടെയും കുറയും. ഇങ്ങനെയുള്ള സംഖ്യകൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുന്നത്. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടെണ്ണം ഉള്ളതിനെ മുകളിൽ എഴുതുക, ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. 0 0 കട്ടായി പോകും അല്ലെ? ഇവിടെ 4ഉം ഈ 4ഉം കൂടി കട്ടായി പോകും. 4 തവണ 40 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 120. സോ ഏതോ ഒരു സംഖ്യ, ഏത് സംഖ്യ ആയിക്കോട്ടെ, 40% 160 ആണെങ്കിൽ 30% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. 48 - 12 × 3 + 8 ഡിവൈഡഡ് ബൈ 10 - 18 ഡിവൈഡ് ബൈ 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ബോർഡ് മാസ് റൂൾ ആണ് നമുക്ക് ഇവിടെയും എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി കാണാം, ഈ ബോർഡ് മാസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു പോർഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ആ ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കളയാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്കേ. ഇവിടെ നമുക്ക് ആദ്യം മുകളിൽ നമുക്ക് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്ത് വരും ആൻസർ? 48 മൈനസ് ബോർഡ് മാസിൽ ആദ്യം എന്ത് വേണം? ഡിവിഷൻ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. അപ്പൊ മുകളിലത്തെ മാത്രം നോക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടത്. ഇവിടെ എത്ര വരും? 36 + 8 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരേണ്ടത്? 10 മൈനസ് ഇവിടുത്തെ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. 18 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 എന്ന് വരും. ഓക്കെ, ഇനിയിപ്പോ ഇതിന്റെ ആൻസർ എത്രയാണ് വരേണ്ടത്? ഇവിടെ 48 - 36 എന്ന് പറയുമ്പോഴേക്കും നമുക്കിവിടെ എത്ര വരും? 12 വരും. +8 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അതായത് എത്രയാണ് വരേണ്ടത്? 20 ഡിവൈഡ് ബൈ 4 എന്ന് വരും. ആൻസർ വരേണ്ടത് 5 ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ആൻസറിലോട്ട് അങ്ങ് പോകും. കാര്യം ഇത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ് എന്നുള്ള ചിന്തയിൽ അങ്ങ് പോകും. പക്ഷെ അതല്ല ഇവിടുത്തെ ആൻസർ. നമുക്ക് നോക്കാം. ഈ 16നെയും 10നെയും നമുക്ക് ഏറ്റവും ഷോർട്ടാക്കി എഴുതുമ്പോൾ നമുക്ക് അതിന് എന്ത് കിട്ടും? 8/5 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതിന് ചെറുതാക്കി വരുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ 5 + 3 ഡിവൈഡഡ് ബൈ അല്ലെ? മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്നമാണ്. അതിനെ നമുക്ക് എന്താക്കി മാറ്റണം? വിഷമ ഭിന്നത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 1 3/5 എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യണം? 1 × 5 + 3 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും അല്ലെ? അതായത് എന്ത് വരണം? 8/5 എന്ന് വരും. അപ്പൊ ഇവിടത്തെയും ആൻസർ, ഇതിന്റെയും ഫൈനൽ ആൻസർ വരുന്നത് 8/5 ആണ്. ഇവിടെയും ഓൾറെഡി ഒരു 8/5 വന്നിട്ടുണ്ട്. ഇതെന്താണ്? 5/8. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനം? നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ്? നമ്മൾ നമ്പർ എന്താണ് എൻ സംഖ്യകളുടെ തുക നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? n × n - 1/2 എന്ന് പറയുന്നത് അല്ലെ? സോ n × n + 1/2 ആണ് എന്ത്? ഇത് ആകെ തുക, അതായത് n സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ് വരുമ്പോഴേക്കും ഇവിടെ എന്ത് ചെയ്യണം? ജസ്റ്റ് മൈനസ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്താണ്? ഷെയ്ക്ക് ഹാൻഡ്സിന്റെ എണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് വേണം? n × n - 1/2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വരേണ്ടത്? എത്ര പേരുണ്ട്? 10 പേരുണ്ട്. 10 × n - 1 എന്ന് പറയുമ്പോൾ 9/2 എന്ന് വരും. ആൻസർ എത്രയാണ് വരേണ്ടത്? 90 ഡിവൈഡ് ബൈ 2 എന്ന് വരും അല്ലെ? 90 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതായത് ആൻസർ വരേണ്ടത് 45 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഷെയ്ക്ക് ഹാൻഡ്സ് n × n - 1/2 ആണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയാൽ എന്താണ് വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മൂന്നാമതായി വരേണ്ട സംഖ്യ എന്താണ്? താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണം, ആരോഹണം. അത് നമുക്ക് തിരിഞ്ഞു പോകരുത്. അവരോഹണം എന്ന് പറയുമ്പോൾ വായാണല്ലോ. അവരോഹണം. അപ്പൊ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് എങ്ങോട്ടേക്ക്? ചെറുതിലേക്ക്. മറ്റേത് എന്താണ്? ആരോഹണം. അതെന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് ചോദിക്കുന്നത്? മൂന്നാമതായി വരുന്ന സംഖ്യയാണല്ലേ വേണ്ടത്. മൂന്നാമതായി വരുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എന്താണ് വരേണ്ടത്?
ഇവിടെ ഫസ്റ്റ് നമ്പർ ഏത് വരണം? 145 വരണം. സെക്കൻഡ് നമ്പർ ഇതാണ് ആദ്യം വരേണ്ടത്. സെക്കൻഡ് നമ്പർ എത്രയാണ് വരേണ്ടത്? 125 ആണ് വരേണ്ടത്. തേർഡ് ആയിട്ട് വരേണ്ടത് 121 ആണ് തേർഡ് ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൂന്നാമതായിട്ട് വരുന്ന സംഖ്യയുടെ അല്ലെ, മൂന്നാമതായിട്ട് വരുന്ന സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? 121 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ. ബി ഡി ഇ ജി എച്ച് എച്ച് ജെ കെ എന്ന സംഖ്യ ശ്രേണിയിലെ അടുത്ത പദം എത്ര? നോക്കാം നമുക്ക്. ബി ഡി ഇ ഇവിടെ എന്ത് ചെയ്തു? ഈ ഇയിൽ തുടങ്ങി, ഇ കഴിഞ്ഞിട്ട് എഫ് ഇല്ല, എന്തെഴുതുന്നത്? ജി എച്ച് ഉണ്ട്. അടുത്ത് എന്താണ്? എച്ചിൽ തുടങ്ങി, ഐ ഇല്ല, എന്തുണ്ട്? ജെ കെ ഉണ്ട്. അപ്പൊ അടുത്ത് എന്ത് ചെയ്യണം? കെ വേണം. അടുത്ത് എന്താണ്? എൽ ഇല്ല, അടുത്ത് എന്ത് വേണം? എം എൻ വേണം. സോ കെ എം എൻ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. 8:33, 12:37, 7:22, 15:46. ഇവിടെ നമുക്ക് നോക്കാം ഈ സംഖ്യകള്. ഇവിടെ നമുക്ക് 12 അല്ലെ, ഇവിടെ എന്താണ്? 12നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36 + 1 അല്ല, അതാണ് ഈ പറയുന്ന 37 എന്ന് പറയുന്നത്. ഇവിടെ 7 ഉണ്ട്. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 7നെ 3 കൊണ്ട് ഗുണിച്ചു +1 ചെയ്തു. അതായത് 21 + 1 22 കിട്ടി. ഇവിടെ നമുക്ക് നോക്കാം. 15:15നെ 3 കൊണ്ട് ഗുണിച്ച് +1. 15നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 45 + 1 46. ഈ ഒരു ഫോർമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് വരേണ്ടത്? 8 × 3 24 വരണം. 24 + 1 ആണ് വരേണ്ടത് അല്ലെ. 24 + 1 25 ആയിരുന്നു വരേണ്ടത്. ഇവർ ചെയ്തിരിക്കുന്നത് എന്താണ്? 8 × 4 + 1 ആണ്. ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് 3 + 1 ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഒറ്റയാനെന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയന്റെ പ്രായം വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയാവുമെങ്കിൽ വിജയന്റെ വയസ്സ് എത്ര? എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് വിജയനേക്കാൾ അങ്ങനെ പറയില്ലേ, ഒരാളെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ അയാളുടെ വയസ്സ് നമ്മൾ എക്സാക്ട് എടുക്കണം. വിജയനേക്കാൾ അജയന് എത്ര കൂടുതലാണ്? 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം, ഇപ്പൊ വയസ്സ് 5 ആണെങ്കിൽ അടുത്ത വർഷം 6 ആയിരിക്കും അല്ലെ. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് X ആണെങ്കിൽ അടുത്ത വർഷം എന്ന് പറയുന്നത് X+1 ആയിരിക്കും. അജയന്റെ ഇപ്പോഴത്തെ വയസ്സ് X+10 ആണെങ്കിൽ അടുത്ത വർഷം എന്ന് പറയുന്നത് X+11 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അടുത്ത വർഷം അജയന്റെ വയസ്സ്, ഇതാണ് അജയന്റെ വയസ്സ് എന്ന് പറയുന്നത് എന്താണ്? വിജയന്റെ പ്രായത്തിന്റെ ഇരട്ടിയായിരിക്കും. ഇതാണ് വിജയൻ, ഇതാണ് അജയൻ. ഓക്കെ. ഇവിടെ നമുക്ക് നോക്കാം. X+11 = 2X+2 എന്ന് വരും. ഇവിടെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ 11 - 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2x - x ആണ്. അതായത് x എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? വിജയന്റെ പ്രായം 9 ആണെന്ന് കിട്ടി. അപ്പൊ അജയന്റെ പ്രായം എത്രയായിരിക്കും? 19 ആയിരിക്കും. തൊട്ടടുത്ത വർഷം ഇവിടെ എന്താകും? 10 ആകും. ഇവിടെ എന്താണ്? 20. നോക്കിക്കേ, ഇതിന്റെ ഇരട്ടിയാണല്ലോ അല്ലെ. ഇതിന്റെ ഇരട്ടിയാണ് വിജയന്റെ പ്രായം. അജയന്റെ പ്രായം എന്ന് പറയുന്നത് വിജയന്റെ ഇരട്ടിയാണ്. എല്ലാം കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരുന്ന എന്താണ് വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നേരെ ആദ്യം എന്ത് ചെയ്യുക? 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് വരേണ്ടത്? 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരണം. 12 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരണം? 6 ശിഷ്ടം വരണം. 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടം വരണം. ഇവിടുത്തെ വ്യത്യാസം നോക്കിക്കേ, 6 അല്ലേ. ഇവിടുത്തെ വ്യത്യാസവും 6ആണ്, ഇവിടുത്തെ വ്യത്യാസവും 6ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന 9, 12, 14ന്റെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ ഇവിടെ 3 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 3, ഇവിടെ 4, ഇവിടെ 14 വരും. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ചെയ്താൽ ഇവിടെ 3, 2, 7 എന്ന് വരും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ LCM എന്ന് പറയുന്നത് എത്ര വരും? 3 × 2 × 3 × 2 × 7 എന്ന് വരും. അതായത് 3² × 2² × 7 എന്ന് വരും. 3ന്റെ സ്ക്വയർ 9 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. അടുത്ത എത്ര വരും? 7 വരും. 9 × 4 36, 36 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 2 ശിഷ്ടം 4 വരും. 7 3 21, 21 4 എത്രയാണ്? 25, 252 കിട്ടും.
ഓക്കെ, ഇവിടെ നമുക്ക് LCM 252 കിട്ടുമ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യും? ദേ കിടക്കുന്നു 252, അവിടേക്ക് പോകരുത്. കാര്യം നമുക്ക് എന്തുണ്ട്? ഒരു ശിഷ്ടത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ തരുന്ന നമ്പേഴ്സ് ഇവിടെ വ്യത്യാസം സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന 252 നിന്ന് 6 അങ്ങ് കുറക്കുക. അപ്പൊ എത്ര കിട്ടും? 246 കിട്ടും. ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സൺ എന്ന വാക്കിനെ RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന് എങ്ങനെ എഴുതാം? സൺ, SUN, സൺ ആണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, RSTTUV അല്ലെ. ഇവിടെ N വന്നു കഴിഞ്ഞാൽ എന്താണ് വരേണ്ടത്? Nന് തൊട്ട് മുമ്പായിട്ട് MNO, ഇങ്ങനെയാണല്ലോ പോകുന്നത്. കണ്ടോ? MNO കറക്റ്റ്. തൊട്ട് മുമ്പും അത് കഴിഞ്ഞുള്ള നമ്പേഴ്സ് എഴുതിയിരിക്കുകയാണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതണം? PEN എന്ന് പറയുമ്പോൾ പിക്ക് തൊട്ട് മുമ്പ് എന്താണ്? O ആണ്. OP അടുത്ത് എന്ത് വരും? Q വരും. ഇക്ക് തൊട്ട് മുമ്പ് എന്താണ് വരേണ്ടത്? D അല്ലെ. DEF ആണ്. എന്നിന് മുമ്പായിട്ട് എന്താ വരേണ്ടത്? MNO ആണ്. സോ നമുക്ക് വരേണ്ട ആൻസർ എന്ന് പറയുന്നത് OQDFMO ആണ്. OQDFMO എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1/5 + 1/5² + 1/5³ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ 5ന്റെ പവർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 1/5, 5 പവർ 1 ആണെന്ന് വിചാരിക്കുക. അതിന് എന്ത് ചെയ്യുക? 2 പവർ 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് വന്നിരിക്കുന്നത് 1/5² ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുക? 2ന്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എത്രയാണോ 5 വന്നിരിക്കുന്നത് നമ്മൾ 10ന്റെ ബേസിലോട്ട് മാറ്റാനാണ്. 1/5³ ആണ്. സോ എന്ത് ചെയ്യുക? മുകളിലും താഴെയും 2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത്. 2/10. ഇവിടെ എന്ത് വരും? 2ന്റെ സ്ക്വയർ 4 ആണ്. 4/, ഇവിടെ 5ന്റെ സ്ക്വയർ 25, 25 ഇവിടെ എത്ര വരും? 2ന്റെ സ്ക്വയർ 4 ആണ്. 25 × 4 എന്ന് പറയുന്നത് 100 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ എന്താണ് വരേണ്ടത്? 4/, അല്ല സോറി 4 അല്ല, 2ന്റെ ക്യൂബ് 8 അല്ലേ. 8/1000 വരും. ഓക്കെ, അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 5ന്റെ ക്യൂബ് × 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കണ്ടോ? 5 × 2 10, 10ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 1000 ആണ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നോക്കി ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 2/10 എന്ന് പറഞ്ഞാൽ 0.2 ആണ്. 4/100 എന്ന് പറയുന്നത് 0.04 ആണ്. 8/1000 എന്ന് പറയുന്നത് 0.008 ആണ്. ഇവിടെ എത്ര 0 ഉണ്ട് അത്രയും ഡിജിറ്റ് മാറ്റിയായിരിക്കണം. ഇനിയിപ്പോൾ ആൻസർ എങ്ങനെ വരും? ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 0.2, 0.04, 0.008. ആൻസർ എത്രയാണ് വരേണ്ടത്? 0.248 ആണ് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 2ന്റെ ക്യൂബ് × 3, 2³ × 3², അടുത്ത എന്താണ്? 2² × 3³ എന്നീ സംഖ്യകളുടെ ലെസ് ആകൂ. LCM എത്രയെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സംഖ്യകൾ നേരെ എടുത്തെഴുതുക. അത് ചിലപ്പോൾ എന്ത് സംഖ്യകൾ വേണമെങ്കിലും തരാം. ഇപ്പം ഇങ്ങനെ ചിലപ്പോൾ A² × B² × C² എന്ന് തരും. അടുത്ത നമ്പർ A³ × B × C³ എന്നൊക്കെ പറഞ്ഞു തരാം. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് നെക്സ്റ്റ് നമ്പർ എടുത്തെഴുതുക. ഓക്കെ, ഇവിടെ ഒരേപോലെയുള്ള സംഖ്യകളുടെ സെറ്റ് എടുക്കുക. അതിൽ ഹയസ്റ്റ് പവർ ഏതാന്ന് നോക്കുക. LCM ആണ് വേണ്ടത്. ഹയസ്റ്റ് പവർ ഏതാണ്? 2ന്റെ ക്യൂബും ഉണ്ട്, 2ന്റെ സ്ക്വയറും ഉണ്ട്. ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ഏതാണ്? 2ന്റെ ക്യൂബ് ആയിരിക്കും ഹയസ്റ്റ് പവർ. ഇനി ഇതിലേതാണ് ഹയസ്റ്റ് പവർ വരേണ്ടത്? ഇതിലെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. ഓക്കെ, 3ന്റെ ക്യൂബ് ആണല്ലോ. അപ്പോൾ ഇവിടെ എത്രയാണ് വരേണ്ടത്? ഇതായിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. ഹയസ്റ്റ് പവർ എടുക്കുക. എങ്കിൽ ഇൻ കേസ് ഓഫ് HCF ആണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ലോവസ്റ്റ് പവർ എടുക്കുക. അതായത് ഈ സെറ്റിൽ ഏതാണ്? HCF ആണെങ്കിൽ എന്ത് വരും? ഇതിൽ ചെറുതേതാണ്? 2ന്റെ സ്ക്വയർ ആണ് അല്ലെ. ഇവിടുത്തെ ചെറുതേതാണ്? 3ന്റെ സ്ക്വയർ ആണ്. 4 × 9 36 ആയിരിക്കും HCF എന്ന് പറയുന്നത്. LCM എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 2ന്റെ ക്യൂബ് 8 ആണ്. ഇവിടെ എത്രയാണ്? 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. ഇനി 27 × 8 എന്ന് പറയുമ്പോൾ 8 7 56, ശിഷ്ടം 5 വരും. 8 5 2 16, 16 5 21, 216 വരും. 216 വരും. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓർത്തിരിക്കുക, LCM ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടെ ഹയസ്റ്റ് പവർ എടുക്കുക. HCF ആണ് ഹയസ്റ്റ്, HCF ആണെങ്കിൽ അവിടെ എന്തെടുക്കുക? അവിടുത്തെ ലോവസ്റ്റ് പവർ എടുക്കുക. തിരിച്ചോ നേരെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് തരുന്നത്? A³ × B² ×
സി അടുത്തത് ഇതാണ് ഒരു നമ്പർ. സെക്കൻഡ് നമ്പറായിട്ട് എ ഇൻറ്റു ബി പവർ 4 ഇൻറ്റു സി സ്ക്വയറും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സെറ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ LCM എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ എടുക്കുക. ഇതിന്റെ ഹയസ്റ്റ് പവർ ഏതാണ്? എ ക്യൂബ്. ഇതിന്റെ ഹയസ്റ്റ് പവർ ഏതാണ്? ബി പവർ 4. ഇതിന്റെ ഹയസ്റ്റ് പവർ ഏതാണ്? സി സ്ക്വയർ. ഉണ്ടോ? ഇനി HCF ആണെങ്കിൽ ലോവസ്റ്റ് എടുക്കുക, എ എടുക്കുക, ബി സ്ക്വയർ എടുക്കുക, സി എടുക്കുക. ഇതാണ് LCMഉം HCFഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്